റമളാനിൽ പ്രവേശിക്കുകയാണ്. ഒരൊറ്റമൂലിയാണ് പറഞ്ഞു തരുന്നത്. ആ ഒറ്റമൂലി മറക്കരുത്. റമളാനിൽ പ്രവേശിക്കുക, നോമ്പ് ഓട്ടോമാറ്റിക്കലി നടക്കും. കാരണം നോമ്പിന് ഭക്ഷണം ഉണ്ടാക്കുന്ന സാഹചര്യമൊന്നും ഇന്ന് നമ്മളെ വീടുകളിലില്ല. അപ്പോൾ അങ്ങനെ നടക്കും. ഒരു വീട്ടിലും 90 ഈ ക്ലാസ്സിൽ വരുന്ന 100%, പിന്നെ നാട്ടിലുള്ള 99% വീടുകളിലും പെണ്ണുങ്ങളും ഒക്കെ നോമ്പ് വിൽക്കും. അപ്പോൾ പിന്നെ സ്വാഭാവികമായും നോമ്പ് നോക്കേണ്ടി വരും. അപ്പോൾ അത് അല്ലാത്തവരൊന്നും നമ്മളൊരു റയർ കേസാണെന്ന് പറയേണ്ടതില്ല. എന്നൊരു 1000-ൽ പോലും ഒന്നും ഉണ്ടായിക്കോണം എന്നില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. അപ്പം നോമ്പ് ഓട്ടോമാറ്റിക്കലി നടക്കും. തറാവീഹ് നടക്കും. ജനങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നുണ്ടാൽ നമ്മൾ പള്ളിയിൽ പോകും, അതും നടക്കും. എല്ലാം നടക്കും. ജനങ്ങൾ പോക്കറ്റ് തുറന്ന് കൊടുക്കണുണ്ടാൽ നമ്മളും കൊടുക്കും, അതും നടക്കും. അതൊക്കെ നടക്കും. നടക്കേണ്ട ഒരു കാര്യം നടക്കൂല. അതാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. അതൊരു ഒറ്റമൂലിയാണ്, അത് മറക്കരുത്. അടിമയും ഉടമയും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം മറക്കരുത്. ഇമ വെട്ടാതെ നോക്കുകയും കേൾക്കുകയും ചെയ്യണം. ഇത് എനിക്ക് മുതലാകണം. അത് തലയെ കയറ്റിയാലല്ലേ എനിക്ക് മുതലാവുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒറ്റ കാര്യമേ ഉള്ളൂ. അതെന്താ? അത് എല്ലാത്തിനെയും നമ്മൾ ഊതി കാച്ചി കൊണ്ടുവന്നാൽ ഒരു ഉത്തരമുണ്ട്. ഒറ്റ ഉത്തരമാണുള്ളത്. അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ള ഒരു ഉത്തരം. ആ ഉത്തരം തലയെ കയറ്റണം. ആ ഉത്തരമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഭരിക്കേണ്ടത്. അതാണ് നോമ്പിൻ്റെ ലാഭവും. അതെന്താണ്? അത് റജ ആണ്. റജ എന്നാൽ പ്രതീക്ഷ. ബസ് പ്രതീക്ഷ. ഒരടിമയും ഒരു ഉടമയും. അടിമയും ഉടമയും. അടിമയാണെങ്കിൽ ഉടമ നല്ലവനാണെങ്കിൽ അടിമയ്ക്ക് എന്താ ഉണ്ടാവുക? പ്രതീക്ഷ. എന്നെ മോശപ്പെടുത്ത ഭക്ഷണം തരൂല, എന്നെ മോശപ്പെടുത്തിയെടുത്ത് കിടത്തൂല. ആ അടിമയിൽ നിന്ന്, ആ ഉടമയിൽ നിന്ന് സ്വതന്ത്രനാവുന്നത് പോലും അടിമക്ക് ഇഷ്ടമുണ്ടാവില്ല. അടിമത്തം നിർത്തലാക്കിയപ്പോൾ അടിമകൾ സമരം ചെയ്ത ഒരു ചരിത്രമുണ്ട്. ഞാൻ പിന്നീട് പറയാം. എന്നെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ചരിത്രം അങ്ങനെ പഠിച്ചപ്പോൾ കിട്ടിയ ഒരു സംഭവമാണ്. അടിമത്തം നിർത്തലാക്കിയപ്പോൾ അടിമകൾ സമരം ചെയ്തു. നിർത്തലാക്കരുത്. എന്തുകൊണ്ട്? അവർ അത്രയും നല്ലവരുടെ അടിമകളായിരുന്നു. അവർക്ക് എല്ലാ കാര്യവും ഉടമക്കാരൻ നോക്കും. അവന് അവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളേ ഇല്ല. അതേ സമയത്ത് ഉടമയുടെ കയ്യിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഇനി എല്ലാ കാര്യവും അവർ നോക്കണം. അവർക്കൊന്നും കഴിയില്ല. ഇതിങ്ങനെ തന്നെ അള്ളാഹുവിനെ ചോക്കി. ഒരു മനുഷ്യൻ നല്ലവനാകുമെങ്കിൽ അള്ളാഹു ആരാ? നമ്മൾ ആരുടെ അടിമകളാണ്? അള്ളാഹു ആരാ? യഖ്റ വറബ്ബുക്കൽ അക്രം, ഏറ്റവും ഔദാര്യവാൻ. അൽ അക്രം. ഇനി അതിൻ്റെ മേലെ ഒന്നുമില്ല. അഫ്ആൽ എന്ന ബാബിൽ അലിഫ്ലാമ കയറ്റിയാൽ സൂപ്പർലെറ്റീവ് ആണ്. അതിലൊരാളെ ഉണ്ടാവും. മനസ്സിലായില്ല? ഉദാഹരണം പറയാം. ഒരു നാട്ടിൽ എല്ലാവർക്കും തല്ലാൻ കഴിയുമെങ്കിൽ വാരിബ് എന്ന് പറയും, ലറാബ് എന്ന് പറയും, ലറൂബ് എന്ന് പറയും, അൽറബ്ബു മിൻ എന്ന് പറയും. അൽറബ്ബു മിൻ ഹദാ അൽറബ്ബു മിൻ മുഹമ്മദ് ഹദാ അൽറബ്ബു മിൻ അയമൂട്ടി എന്ന് പറയും. ഇവൻ അയമൂട്ടിയേക്കാൾ തല്ലാൻ കഴിയുന്നവരൊക്കെയാണ്. എന്നാൽ അൽറബ്ബ് എന്ന ഒരാളെ ഉണ്ടാവുള്ളൂ. അൽറബ്ബ് ഏറ്റവും വലിയ ഗുണ്ട, ഏറ്റവും വലിയ തല്ലിയാരൻ. ഒക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അഫ്ആൽ ബാബിലേക്ക് അലിഫ്ലാം കയറ്റിയ സൂപ്പർലെറ്റീവാ. അത് ഒന്നേ ഉണ്ടാവുള്ളൂ, ഒരു ഫർദേ ഉണ്ടാവുള്ളൂ. അൽ അക്മൽ, അത് മുഹമ്മദാണ്. ഇനിയൊരാളില്ല. നിറവ് എന്ന പേരിൽ നമ്മുടെ പുസ്തകം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോമ്പിന് പ്രകാശനമോ ഇൻഷാ അല്ലാഹു തൗഫീഖ് തരട്ടെ. നിറവ് നിറഞ്ഞ ഒരാളേ ഉള്ളൂ, അതാ മുഹമ്മദ്. തിരുദൂതർ എന്ന പുസ്തകത്തിൻ്റെ 2ാം ഭാഗം ഏകദേശം കഴിഞ്ഞു. നോമ്പിന് പുറത്തു വരും. അത് അൽ അക്മൽ, അയാളെ പറ്റി പറയാം. അൽ അക്മൽ മുഹമ്മദ. ഇനി രണ്ടാമത്തെ ഒരാൾ ലോകത്തില്ല, ഒരാളും ഇല്ല. അപ്പോൾ അഫ്ആൽ ബാബിലേക്ക് അലിഫ്ലാം ചേർത്താൽ സൂപ്പർലെറ്റീവാ. ഞാൻ അതിൻ്റെ മേലെ ഒന്നുമില്ല. യഖ്റ വറബ്ബുക്കൽ അൽ അക്രം, വറബ്ബുക അൽ അക്രം. നിന്റെ നാഥൻ ഏറ്റവും ഔദാര്യവാനാണ്. അവനേക്കാൾ ഔദാര്യവാനായ ആൾ വേറൊരാളും ഇല്ല. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഏറ്റവും
ഏറ്റവും ഔദാര്യവാനായ ഒരാൾ അടിമയായാൽ എന്താ വേണ്ടത്? പ്രതീക്ഷ. ബസ് അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ കാട്ടിക്കൂട്ടല. നിസ്കരിക്കുമല്ലോ, നോമ്പുൽക്കോലോ. ഈ ഉടമക്കാരൻ പറഞ്ഞതെല്ലാം അടിമ ചെയ്യും. കാരണം അടിമയാകുമ്പോൾ ചെയ്യണല്ലോ. ഇവൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഉടമക്കാരൻ ആരാണ്? ഏറ്റവും മാന്യനാണ്. ചെയ്തില്ലെങ്കിൽ വിട്ടുകൊടുക്കും. 10 കൊല്ലം ഞാൻ മുസ്തഫ നബിയുടെ സെർവൻ്റായിട്ട് ഒരു വട്ടമെങ്കിലും ലിമ ഫഅൽതഹു, എന്തേ നീ അങ്ങനെ ചെയ്തു എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് സയ്യിദ്ന അനസ് റളിയല്ലാഹു അൻഹു. അനസ് പറയാ, ജീവിതത്തിൽ ഒരിക്കൽ അൻ ഷൈഇൻ ഫഅൽതഹു ലിമ ഫഅൽതഹു അൻ ഷൈഇൻ മാ ഫഅൽതഹു ലിമ മാ ഫഅൽതഹു, ഒരു കാര്യം നബി എന്നോട് ഞാൻ ചെയ്തിട്ട് നീ എന്തേ അങ്ങനെ ചെയ്തു എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഒരു കാര്യം നബി കൽപ്പിച്ചിട്ട് ഞാനത് ചെയ്തില്ല, ചെയ്യാൻ വിട്ടുപോയി. ലിമ മാ ഫഅൽതഹു, എന്തേ അങ്ങനെ ചെയ്യാന്നു എന്നോട് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അത്രയും ഔദാര്യവാനായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു എത്ര വലിയ ഔദാര്യവാനായിരിക്കും. അപ്പോൾ അടിമയും ഉടമയും തമ്മിൽ ഒറ്റ വിഷയമുള്ളൂ, നിസ്കാരത്തിലേക്ക് ഇത് കയറ്റണം. നിസ്കാരത്തിലേക്ക് ഇത് കയറിയിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കാരം എന്താ? സിമ്മ് അയച്ചിട്ട ഇത് സിമ്മ് നിന്ന് അയച്ചെടുത്തു, പിന്നെ അതെന്താ? മൊബൈൽ എന്ന് പറയും, ഉപയോഗം നടക്കും. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സിമ്മ് അയച്ച് പുറത്തിട്ടു. ഇതിൽ നിന്ന് സിമ്മ് അയച്ച്, ഈ സിമ്മ് ജനങ്ങൾ കാണുന്നുണ്ടപ്പോ പറയാം മോനെ, ഇത് സിമ്മ് ജനങ്ങൾ കാണാൻ വേണ്ടി പോളിച്ച് പുറത്തിട്ട് അതിന്റെ പണി നടക്കൂലല്ലോ. ഇത് സിമ്മ് ജനങ്ങൾ, ഇതിനുള്ളിൽ സിമ്മുള്ള ജനങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. ഇത് വലിച്ച് പുറത്തിട്ടാലും ജനങ്ങളെ മുന്നിൽ ഇത് സിമ്മ് എന്താണ്? മൊബൈലാണ്. പണി നടക്കുമോ? ഇല്ല. അടിമയായ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആകെ വേണ്ട ഒരു സാധനം പ്രതീക്ഷയാണ്. കാരണം എൻ്റെ റബ്ബ്, നിങ്ങൾ ആദ്യത്തെ 5 ആയത്തിൽ വരെ ഇത് പറഞ്ഞില്ലേ? എന്താണ് മോനെ മനസ്സിലാക്കാത്തത്? നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ല, നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞില്ല, ഞാൻ ഏറ്റവും വലിയ ഔദാര്യവാനാണെന്ന് പറഞ്ഞു. അതായത് എന്ത് ചെയ്താലും ഞാൻ പുറത്തു തരും, നിനക്ക് എന്ത് വേണം. നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായ രസം കേൾക്കണം. ഈ 2 ഭാഗത്ത് മലക്കുകളുണ്ട്. ഈ ഭാഗത്തെ മലക്ക് ഹസനാത്ത് റിപ്പോർട്ട് ചെയ്യും, ഈ ഭാഗത്തെ മലക്ക് സയ്യാത്ത് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയല്ലേ? പറയും കുട്ടികളെ, വേഗം വേഗം പറയേ, കൂടെ വരി. 2 ഭാഗത്ത് മലക്കണം. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏതാ സൂറത്ത്? ഖാഫ് അല്ലേ? 16 മറ്റോ ആയിരിക്കും, 17. ഒന്ന് നോക്കാം. يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. 17-18 എവിടെ? അതിന് മുമ്പത്തെ എന്താണ്? ഇത് يتلقى المتلقيان عن اليمين وعن الشمال قعيد. 17 ഖാഫ് 17. ما يلفظ من قول إلا لديه رقيب عتيد. നീ അള്ളാഹുവിൻ്റെ അഫൂ കേട്ടോ. ഈ 2 മലക്കൾ ഇവിടെ റഖീബ് പെടാത്താത്തി, ഇവിടെ ഹസനാത്ത് റിപ്പോർട്ട് ചെയ്യും, ഇവിടെ സയ്യാത്ത് നന്മകൾ ഇവിടുത്തെ ആൾ റിപ്പോർട്ട് ചെയ്യും. ചീത്ത ഒരാളെ നന്മ ചെയ്താൽ ഈ മലക്ക് ഇവർ 2 ആളിൽ ഹാദ അമീറുൻ അലൈഹി, ഇവർ 2 ആളിൽ ഇയാളാണ് നേതാവ്, ഇയാളുടെ മേൽ കൽപ്പിക്കാൻ അധികാരം ഇയാൾക്കാണ്, ഇയാൾക്കല്ല. ഇവിടെ 2 മലക്കുകളുണ്ട്. അള്ളാഹുവിൻ്റെ അഫൂ കേട്ടോളി, അള്ളാഹുവിൻ്റെ ഔദാര്യം എന്ന് കേൾക്കി. ഈ 2 മലക്കുകളിൽ നേതാവ് ഇവിടുത്തെ മലക്ക, കൽപ്പിക്കാൻ അമീർ എന്ന വാക്ക് എന്തിൽ നിന്നുണ്ടായതാ? അമീർ. നിങ്ങൾ ഇന്ന മലയാളം പഠിപ്പിക്കരുത്. അമീർ അന്തം കൊണ്ടാലോചിക്ക്, എന്നിട്ട് മറുപടി പറയാം. അമീർ എന്ന വാക്ക് ഏത് വാക്കിനുണ്ടായതാ? അമ്ര എന്ന വാക്കിനുണ്ടായതാണ്. അമ്ര കൽപ്പന, അമീർ കൽപ്പിക്കാൻ അധികാരമുള്ളവൻ, ഇതല്ലേ അമീർ. മനസ്സിലായില്ലേ? അപ്പൊ ഈ 2 മലക്കുകളിൽ അമീർ ആരാ? ഇയാള്.
ഒരു നന്മ ഒരാളാണ് ചെയ്ത ഉടനെ തന്നെ ഇയാൾ എഴുതും. ഒരാൾ ആ ആള് തിന്മയാണെങ്കിൽ ഇയാൾ എഴുതാൻ ഒരുങ്ങുമ്പോൾ ഇയാൾ പറയും വിട് 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 വിട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലുണ്ട്, വേണമെങ്കിൽ എഴുതിച്ചോളൂ. ഏത്? ഇബ്നു കസീറിലുണ്ട്, വേറെ ഒരുപാട് സ്ഥലത്തുണ്ട്. മനസ്സിലായില്ല ഏത്? അതായത് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി. അപ്പൊ സാഹിബുൽ യമീനി അമീറുൻ അലാ സാഹിബി ശിമാലി. ഇദാ ഫഅല റജുലു അൽ ഹസനത യുബാദിറു അലൈഹ. നന്മ ചെയ്താൽ യുബാദിറു അലൈഹ, പെട്ടെന്ന് എഴുതും. ആര്? ഈ മലക്ക്. മനസ്സിലായില്ലേ കുട്ടികളെ? ഇതാ അമിലൽ ഹസനത്ത, ഈ ആള് ഇതാ അമില ഹസനത്തൻ, ഒരു നല്ല കാര്യം ഈ വ്യക്തി ചെയ്താൽ യുബാദിറു അലൈഹ, അതിന്മേൽ പെട്ടെന്ന് ചെയ്യും. ആര്? എഴുതും. ആര്? ഈ മലക്ക്. അമ്മ ഇതാ ഫഅല സയ്യത്തൻ, അമ്മ ഇതാ അമില സയ്യത്തൻ, ചീത്തയാണ് ചെയ്തതെങ്കിൽ ഫയഖൂലു, ഈ ആൾ പറയും ഹദാ അമീറുൻ അലൈഹ. സാഹിബുൽ യമീനി അമീറുൻ അലാ സാഹിബി ശിമാലി. വലത്തെ ഭാഗത്തെ മലക്കാണ് കൽപ്പനാധികാരമുള്ളവൻ. ആരെക്കാൾ? ഇയാളെ മേൽ കൽപ്പിക്കണ ഇയാളാണ്. നന്മ ചെയ്താൽ ഉടനെ അയാൾ എഴുതും. അയാൾക്ക് ഞാനും നോക്കിക്കേണ്ട ആവശ്യമില്ല. തിന്മ ചെയ്താൽ ഇയാൾ അമീറിന് മുഖത്തേക്ക് നോക്കും. അപ്പൊ അമീർ അർത്ഥം പറയാം, ദാഹു, അവനെ വിട്, അവനെ വിട്, അവനെ വിട്. 7 മണിക്കൂറെങ്കിലും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ അല്ലാഹ് ചിന്ത ചെയ്തേണ്ടത്? ഇയാളൊരു നന്മ ചെയ്താൽ ഉടനെ പറയാ, കുട്ടി പറയാ, ഇത് കേൾക്കട മോനെ, എന്താണ് അള്ളാനെ മനസ്സിലാക്കുക. ഇവന് നന്മ ചെയ്താൽ ഉടനെ ഫയുബാദിറു അലൈഹ, പെട്ടെന്ന് എഴുതും. ആര്? ഈ മലക്ക്. സയ്യത്തൻ, ഇനി ഇവൻ ചീത്തയാണ് ചെയ്തെങ്കിൽ ഈ മലക്കൊന്ന് ഉയർന്നു നോക്കും. ആര്? വലത്തെ മലക്ക്. അമീർ കൽപ്പിക്കണ്ടേ? ഫയഖൂലു, അപ്പോൾ വലത്തെ ഭാഗത്തെ മലക്ക് പറയും ദഅഹു, വിട് 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 വിടോനെ. ഏതല്ലേ? 7 സഅത്തിൻ, ചുരുങ്ങിയത് 7 മണിക്കൂറെങ്കിലും. ലഅല്ലഹു യുസബ്ബിഹു ഔ യസ്തഗ്ഫിറു. എഴുതിച്ചാൽ ലഅല്ലഹു യുസബ്ബിഹു ഔ യസ്തഗ്ഫിറു. ലഅല്ലഹു. കുട്ടികൾ എഴുതി വെക്കണേ, കുട്ടികൾ എഴുതി വെക്കണേ, ഒക്കെ മനസ്സിലാക്കി വെക്കണം. ലഅല്ലഹു യുസബ്ബിഹു ഔ യസ്തഗ്ഫിറു. ലഅല്ലഹു യുസബ്ബിഹു, ഇവൻ ഒരു മനസ്സിൽ നിന്ന് ഒരു തസ്ബീഹ് ചൊല്ലിയേക്കാം. പഠിച്ചോനെ, ഞാൻ അശുദ്ധനായി, നീ പരിശുദ്ധനാണ്, ഇതാണല്ലോ എൻ്റെ ഉള്ളു. സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്കിന്റെ ഉള്ളതല്ലേ? മനസ്സറിഞ്ഞൊരു സുബ്ഹാനല്ലാഹ്. അല്ലാഹ്, ഞാൻ അശുദ്ധനായി, നീ പരിശുദ്ധൻ തന്നെ, ഇതാണല്ലോ സുബ്ഹാനല്ലാഹ്. അല്ലാതെ വെറുതെ സുബ്ഹാനല്ലാഹ് എന്ന് പറയല്ല. ലഅല്ലഹു യുസബ്ബിഹു. അല്ലാഹ് തന്റെ അശുദ്ധിയെ സമ്മതിക്കുന്നതോടുകൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധതയെ ഇവൻ ഒരിക്കലെങ്കിലും ഒന്ന് വാഴ്ത്തിയേക്കാം. ഔ യസ്തഗ്ഫിറു, അല്ലെങ്കിൽ അവൻ പൊറുക്കലിനെ തേടിയേക്കാം. ദഅഹു, വിടവനെ. 7 സഅത്തിൻ, 7 മണിക്കൂറെങ്കിലും. സുബ്ഹാനല്ലാഹ്. എന്താ റബ്ബ് ചെയ്തേരണ്ട്? മനസ്സിലാവുണ്ട് പറഞ്ഞത്? എന്താ റബ്ബ് ചെയ്തേരണ്ട്? അപ്പൊ ഈ റബ്ബിൽ നമുക്ക് വേണ്ടത് എന്താ? പ്രതീക്ഷ അല്ല. എന്താണ്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വല്ലാത്തൊരു സംഗതിയാണത്, വല്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പഠിക്കണം. നമ്മൾ നിസ്കാരം പഠിച്ചു, നമ്മൾ നോമ്പ് പഠിച്ചു, നമ്മൾ 2 ആൾ പഠിച്ചില്ല, പഠിച്ചതന്നല്ലേ. ഒന്ന് അല്ലാഹുവിനെയും 2 അല്ലാഹു റസൂലിനെയും. അല്ലാഹു റസൂലിനെ താരീഖ് എന്ന് പഠിച്ചാൽ മനസ്സിലാവില്ല, ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം. നബിയുടെ പുസ്തകം, നബി ചരിത്രം എഴുതിയ പുസ്തകത്തിൽ നബിയെ വായിക്കാനേ കഴിയില്ല. ഞാൻ 1-2 ഓർമ്മപ്പെടുത്തൽ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. അതാണ് നിറവ് എന്ന പുസ്തകം. നബി ചരിത്രത്തിൽ നബി വായിക്കും.